നിങ്ങളുടെ ബിസിനസ് മികച്ച ഒരു സർവീസ് മാർക്കറ്റിലോട്ട് കൊടുക്കുന്നുണ്ട്, അതിൽ നിന്ന് മികച്ച തരത്തിൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഈ സർവീസ് ബാക്കിയുള്ള ബിസിനസ്സുകൾക്കും കൂടി ഉപകാരപ്രദമാകുന്ന രീതിയിൽ സെല് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ കൂടുതൽ റവന്യൂ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിനെ പറയുന്നതാണ് പ്രൊഡക്റ്റൈസേഷൻ എന്നത്. ഇതൊരു എക്സാമ്പിളുടെ വിശദമാക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കമ്പനികൾക്ക് മികച്ച ഒരു ഡെലിവറി സർവീസ് ഇന്നുണ്ട്. എല്ലാ പിൻകോഡിലേക്കും അവർക്ക് ആക്സസിബിലിറ്റി ഉണ്ട്, ഡെലിവറി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ പുതിയൊരു ഇ കൊമേഴ്സ് കമ്പനി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി ചെയ്യാൻ സാധിക്കുക എന്നതാണ്. പക്ഷേ അത് പെട്ടെന്ന് പ്രായോഗിക തലത്തിൽ നടപ്പാക്കാൻ സാധിക്കുന്നതല്ല. എന്നാൽ അതിനെ ആമസോൺ, ഫ്ലിപ്കാർട്ട് കമ്പനികളുമായി കണക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റ് കൃത്യസമയത്ത് വളരെ വേഗത്തിൽ അവർക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കും. എന്നാൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മികച്ച ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും. എന്നാൽ മറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോഡക്റ്റ് എല്ലാ സ്ഥലത്തേക്കും